പുണ്യ റമളാനിൽ ഒരത്ഭുത സമയമുണ്ട്. ഇതൊരു രഹസ്യാട്ടോ, എല്ലാവർക്കും ഉള്ള ഇൽമല്ലേ. പുണ്യ റമളാനിൽ അത്ഭുതം നിറഞ്ഞൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ദുന്യവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, ആഖിറത്തിലെ കാര്യമാകട്ടെ ദുനിയാവിലെ കാര്യമാകട്ടെ, എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ സമയം അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ സന്തോഷമല്ലാതെ ലൈഫിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. നിങ്ങൾ പിന്നെ കരയില്ല. ഏതാണ് ആ സമയം എന്ന് പഠിക്കണ്ടേ? 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം റമളാനിൽ നമ്മൾ ധാരാളം ദ്വാരക്കാറുണ്ട് അല്ലേ? എന്നാൽ ഒരു സമയം രഹസ്യങ്ങൾ നിറഞ്ഞൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുന്നത് ദുനിയാവിലെ കാര്യമാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് പഠിപ്പിക്കുന്നതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വെറുതെ ചോദിച്ചാൽ പോരാ, പ്രണയത്തോടെ മഹബത്തോടെ അള്ളാഹനെ ഖൽബിൽ നിറച്ചിട്ട് ചോദിക്കണം. ഏതാണ് ആ സമയം? എങ്ങനെയാണ് ആ ചോദ്യം? എന്താണ് ആ മഹബത്ത്? നമുക്കൊന്ന് പഠിക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും ആ വിഷയം മനസ്സിരുത്തി ഒന്ന് കേൾക്കാം. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി എത്രാമത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടുന്നത്? എത്രാമത്തെ വയസ്സിലാ? 40-ാമത്തെ വയസ്സിൽ. എത്ര കൊല്ലം മദീനയിലുണ്ടായിരുന്നു, മക്കത്തുണ്ടായിരുന്നു? 13 വർഷം അല്ലേ? ഈ 13 കൊല്ലക്കാലം എന്താണ് നബിതങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നല്ല, നിങ്ങൾ നിസ്കരിക്കണം, നിർബന്ധമായ നിസ്കാരങ്ങളൊന്നും റസൂലുള്ളാഹി അപ്പം പഠിപ്പിച്ചിട്ടില്ല. ആദ്യം റസൂലുള്ളാഹി സ്വഹാബത്തിനെ 13 കൊല്ലം പഠിപ്പിച്ചത് ഖൽബിൽ അള്ളാനെ ആസ്വദിക്കാനാണ്, അള്ളാനെ തിരിച്ചറിയാനാണ്. അള്ളാനെ തിരിച്ചറിഞ്ഞ് മുഅ്മിനീങ്ങളായതിനു ശേഷം മാത്രമാണ് നിസ്കാരം പഠിപ്പിച്ചത്. അതിനുശേഷം മാത്രമാണ് കള്ളുകൂടി നിർത്താൻ പറഞ്ഞത്. എന്തേ? അപ്പൊ അവരതിന് തയ്യാറാണ്. ഖൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ നമുക്ക് അല്ലേ? ദൂരം നേരം എടുത്ത് ചൂടെടുത്തിട്ടും പാടില്ല. തറാവിയൊക്കെ തീരാൻ, ഈ തറാവിയൊക്കെ 2 റക്അത്താണെങ്കിൽ എന്ത് സുഖം വരുന്നു അല്ലേ? എന്നാൽ കൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ എന്താ? 20 അല്ല 200 ആണെങ്കിലും എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കൊതിയാണ്. അങ്ങനെ സ്വഹാബത്തിനെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് 13 കൊല്ലം ചെലവാക്കിയതാര്? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ പാവപ്പെട്ടവൻ അതിനാണ് ഈ കഷ്ടപ്പെടുന്നത്. വേറെ എന്തൊക്കെ കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ 2 പേര് ആദ്യം പറഞ്ഞു, മൊയിലായിരിക്കും അള്ളാഹിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പിന്നെ എന്തിനെ കുറിച്ചാ പറയട്ടെ? അള്ളാഹ് നമ്മളെ പഠിച്ചെന്തിനാ? ആരെ തിരിച്ചറിയാൻ? അള്ളാഹിനെ തിരിച്ചറിയാൻ. അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു ഇബാദത്തിന്റെയും സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റൂല. നിസ്കാരത്തിൽ സുഖം കിട്ടൂല, സക്കാത്ത് കൊടുക്കുമ്പോൾ സുഖം കിട്ടൂല. സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താ കിട്ടണം നമുക്ക്? മനുഷ്യന്റെ കഷ്ടപ്പാടാണ്. പിന്നെ നിർബന്ധമായിട്ട് കൊടുത്തില്ലെങ്കിൽ പുള്ളി പിടിച്ച് നരകത്തിൽ ഇടൂല എന്ന് കരുതിയിട്ട് കൊടുക്കണതാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ സന്തോഷം തോന്നുന്നവരാരാ? അവര് കൽബിൽ ആരെ തിരിച്ചറിഞ്ഞവരാ? അള്ളാഹിനെ തിരിച്ചറിഞ്ഞവരാ. വീട്ടിൽ ആരെങ്കിലും പിരിവിന് വരുന്ന സമയത്ത് മനസ്സിൽ സന്തോഷം തോന്നുന്നവരാരാ? അള്ളാഹിനെ അറിഞ്ഞോരാ. പടച്ചോന്റെ വിരുന്നുകാരാ വന്നേക്കണേ. കഴിഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടാ? പടച്ചോന്റെ വിരുന്നുകാർ ആരാണത്? പടച്ചോൻ കുറച്ച് ആളുകളെ നമ്മുടെ അടുത്തേക്ക് വിടുക. എനിക്കാണോ സ്ഥാനം, പൈസക്കാണോ സ്ഥാനം? ഇത് അള്ളാഹ്ക്ക് ഇങ്ങനെ ആസ്വദിക്കണം. ഒരു അടിമ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരുത്തം വരുമ്പോ, നീയല്ലടി കഴിഞ്ഞ മാസവും ഇവിടെ ഹാർട്ടിന്റെ ഓപ്പറേഷനാന്നും പറഞ്ഞ് വന്നത്, എവിടെ നിന്റെ റിപ്പോർട്ടൊക്കെ നോക്കട്ടെ, ഇതിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേതാണല്ലോ. ഇതൊന്നും അല്ല അള്ളാഹ് ആഗ്രഹിക്കണത്. അവരൊരു മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോ അതൊരു സഹായത്തിന് അർഹനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ എൻ്റെ പൈസയല്ല, എൻ്റെ റബ്ബിന്റെ വിരുന്നുകാരെന്ന പരിഗണനയാണ് അവിടെ വേണ്ടത് എന്നാണ്. എല്ലായിടത്തും ആര് മാത്രം? എന്നൊക്കെ പറഞ്ഞ ആര് മാത്രം? അള്ളാഹ് മാത്രം. അപ്പോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു അടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. പടച്ചോനുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ സ്നേഹം, അതിനോടൊക്കെ ഒരു ബഹുമാനം. അള്ളാഹുവുമായി ബന്ധമുള്ളതിനോടൊക്കെ ബഹുമാനം. ഈ പള്ളി ആരുടേതാണ്?
ഈ പള്ളിയിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ആദരവ് വരുന്നുണ്ടെങ്കിൽ അത് ആരോടുള്ള സ്നേഹത്തിന്റെ അടയാളാണ്. പള്ളി കയറിയിട്ടും മാർക്കറ്റ് പോലെയാണ്, പുറത്തെ അവസ്ഥ പോലെയാണെങ്കിൽ നമ്മുടെ കൽബിൽ ആരില്ല ഇല്ല. വേണ്ട, ഇനി ബാങ്ക് ആരുടെ അടയാളാണ്? ആരുടെ ചിഹ്നാണത്? അല്ലാന്റെ. ഈ ബാങ്ക് ഇങ്ങനെ നമ്മൾ കടയിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഫോൺ വിളിക്കണം, അപ്പോഴാണ് മുല്ലാക്കോടുന്ന് വിളിക്കണത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുക്കാൻ, ബാങ്ക് അവിടെ കൊടുത്തോളൂ അല്ലേ? പരിഗണിക്കാറുണ്ട് നമ്മൾ? ആ ബാങ്കിനോട് ആദരവോടെ പരിഗണിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ ആരുണ്ട്? അല്ലാഹ് ഉണ്ട്. ഇല്ലേ? ആരില്ല. മൻ തകല്ലമ ബികലാമി ദുനിയ ഇൻദ സമാഇ അദാൻ യതലജ്ലജു ലിസാനഹു ഇൻദൽ മൗത്ത്. ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ദുനിയാവിന്റെ കഥ പറയണ മനുഷ്യൻ മരിക്കാൻ നേരത്ത് നാവ് കടന്ന് പിടയ്ക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റൂല, സയ്യിദുനാ റസൂലുള്ളാഹ്. അത്ര ഗൗരവമാണ് ഹദീസ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ കഥയും പറഞ്ഞിരിക്കുകയാണോ നിങ്ങൾ? മരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന്, പക്ഷെ യു കാൻറ്റ്. കാരണം നാവ് കടന്ന് പിടയ്ക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെ, അതിനോടൊക്കെ വല്ലാത്തൊരു ആദരവ്. ഇപ്പൊ നമ്മൾ ഹജ്ജിന് പോയവരൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടോ? ഒന്ന് കൈവക്കിയ ഹജ്ജിന് പോയവരൊക്കെ. മാഷാ അല്ലാഹ്. ഉംറക്ക് പോയവർ മാഷാ അല്ലാഹ്. പോകാത്തവർക്ക് പോകാനും, പോയവർക്ക് ഇനിയും പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായിട്ട് കഅബാലയം ഇങ്ങനെ കണ്ണിൽ കാണുമ്പോ അല്ലേ, എന്താണ് മനസ്സിലൊരു അനുഭൂതി? കഅബയുടെ കില്ല ആദ്യം കാണുമ്പോ കൽബൊന്ന് പൊട്ടി കരഞ്ഞ ആളുകളൊക്കെ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? കൽബ് പൊട്ടിപ്പോയവര്. എന്നാൽ കഅബയും ഒക്കെ കടന്ന് നമ്മൾ യാത്ര ചെയ്യാണങ്ങ് മദീനയിലേക്ക്, ലോകത്തിന്റെ രാജകുമാരന്റെ അടുക്കലേക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പച്ചക്കുപ്പ കാണുമ്പോഴേക്ക് കൽബ് ഇങ്ങനെ വിതുമ്പി തുടങ്ങി. എന്റെ റസൂലുള്ളാഹ്, എന്റെ ഹബീബുള്ളാഹ്, എൻ്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വിങ്ങല് കൽബിൽ തോന്നുന്നുണ്ടെങ്കിൽ അതെന്തിന്റെ അടയാളാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവുമായി ബന്ധമുള്ളതിനോടൊക്കെ ഒരു ആദരവ്. ഏറ്റവും വലുത് ഖുർആനാണ് അല്ലേ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇത് എന്തിന്റെ മാസമാണ് റമദാൻ? റമദാനിന് ഒരു മഹത്വം ഇല്ല ഖുർആൻ ഇല്ലെങ്കിൽ. ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ് റമദാനിന് മഹത്വം ഉണ്ടായത്. ഈ ഖുർആനോടുള്ള സമീപനം എങ്ങനെയാ നമ്മുടെ? എങ്ങനെയാ? ഖുർആൻ ആരുടെ കലാമാണ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാടുണ്ടല്ലോ, കേവലം ഇങ്ങനെ ഓതുക അല്ലെങ്കിൽ കേവലം അർത്ഥം പഠിക്കുക, ഇതൊന്നുമല്ല. ഖുർആൻ ഉള്ളിലേക്ക് ഇറങ്ങണം. ഖുർആനിനോടൊരു ആദരവ്. ചില ആൾക്കാർ ഇങ്ങനെ ഖുർആനൊക്കെ ഇല്ല ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ചൊക്കെ പോണത് കാണാം. ഒന്നും ചെയ്യാൻ പാടില്ല. ഖുർആനിനോട് ബഹുമാനം വേണം. നമ്മൾ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ ഖുർആനെ വെക്കാൻ പാടില്ല. കാരണം ഇത് എൻ്റെ വർത്താനല്ല, എൻ്റെ സംസാരമല്ല. ഖുർആൻ സൃഷ്ടിയാണോ? ആണോ? ഖുർആൻ സൃഷ്ടിയാണോ? ഞാൻ സൃഷ്ടിയാണ്, നിങ്ങളും സൃഷ്ടിയാണ്. ഖുർആൻ സൃഷ്ടിയാണോ? അല്ല, സ്രഷ്ടാവിന്റെ കലാമാണ്, അള്ളാന്റെ കലാമാണ്. അപ്പൊ അള്ളാനോട് സ്നേഹമുള്ളവൻ ഖുർആനിനെ ആദരിക്കൂലേ? നമുക്ക് എന്താ ആദരിക്കാൻ പറ്റാത്തത്? നമ്മുടെ കൽബിൽ ആരില്ല? നമ്മൾ പറയും ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് ഖുർആന്റെ ആൾക്കാർ, ഞങ്ങളുടെ കയ്യിൽ മറ്റേ പരിഭാഷയുണ്ട്. പറച്ചിലുണ്ടാവുള്ളൂ, കൽബിൽ ആരുണ്ടാവൂല? അല്ലാഹ് ഉണ്ടാവൂല. അപ്പൊ അള്ളാഹുവിനോട് മഹബത്തുണ്ടോ, അള്ളാന്റെ ചിഹ്നങ്ങളോട് ആദരവുണ്ടാകും. ഒരു സ്വാലിഹായ മനുഷ്യൻ പറയുന്നുണ്ട്, ഗസാലി ഇമാം പറയാൻ, മുപ്പര് പറയാ, എനിക്ക് ആദ്യകാലത്തൊക്കെ അള്ളാഹുവിനോടുള്ള മുനാജാത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ അള്ളാഹിനോടൊരു ബന്ധം ഇങ്ങനെ ഫീൽ ചെയ്യും. കുറച്ചാള് എനിക്ക് മടി തുടങ്ങി. ആ ഒരു ബന്ധം ഇങ്ങനെ ഇല്ലാതായി പോയ പോലെ, എനിക്ക് നിസ്കാരത്തിൽ അള്ളാഹിനെ കിട്ടാതായതുപോലെ. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഫസമിഅതു ഖായിലൻ യഖൂൽ ഫിൽ മനാം, എന്റെ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കേൾക്കാൻ ആരോ വിളിച്ചു പറയുന്നത് പോലെ, ഇൻ കുൻത തസ്അമു അന്നക തുഹിബ്ബുനി, മോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഖുർആനായിട്ട് നിനക്കൊരു ബന്ധമില്ലല്ലോ. എന്നെ സ്നേഹിക്കുന്നവന് എന്തുമായിട്ട് ബന്ധം ഉണ്ടാകണം? എന്തായിട്ട് ബന്ധം ഉണ്ടാകണം? എന്നിട്ട് നിനക്കൊരു ബന്ധമില്ലല്ലോ. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എന്റെ കൽബിൽ ഖുർആനിക പ്രഭ കിട്ടിയതുപോലെ ഞാൻ വീണ്ടും ഖുർആനിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, ഖുർആനിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് പഴയതുപോലെ ആരാധനകളിൽ വല്ലാത്ത അനുഭൂതി കിട്ടാൻ തുടങ്ങി. എന്നാണ് ഒരു ജുസ് ഓതി തീർത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഒരു ജുസ് എങ്കിലും. ഇന്നിപ്പോ നോമ്പ് എത്രയായിരുന്നു? 4 നോമ്പായിട്ടും ഒരു ജുസ് മാഷാ അല്ലാഹ് ഒരാൾ ഓതി, 2, 3, 4 മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. പക്ഷെ വെറുതെ ഓതിയാ പോരാ,
എങ്ങനെ ഓതണം? വെറുതെ ഓതിപ്പോന്ന് എല്ലാവരും ഓതിപ്പോവല്ലേ. ഇതൊരു വൈകാരികമായ ഒരു സ്നേഹത്തോടെ ഓതണം. ഇതെന്റെ നാഥന്റെ കലാമാണ്, ഇതെന്റെ നാഥന്റെ കലാമാണ്, എൻ്റെ റബ്ബിനോട് സംസാരിക്കുകയാണ്. ഞാനിതിങ്ങനെ തിരിച്ചറിയണം, ആ ഒരു ഫീലോടുകൂടെ ഓതാൻ കഴിയണം. അപ്പോഴാണ് ഖുർആനിന്റെ വാഹകരാകാൻ നമുക്ക് കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിനെ ആദരിക്കാത്തവൻ അള്ളാഹിനെ സ്നേഹിക്കാത്തവനാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ടോ? അള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹുബ്ബുൽ ഖുർആൻ ഉണ്ടാകും, ഖുർആനിനോട് സ്നേഹം ഉണ്ടാകും. ഖുർആനിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടാകും. റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവിടുത്തെ സുന്നത്തുകളോട് സ്നേഹം ഉണ്ടാകും. സുന്നത്തുകളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഖിറത്തിനോട് സ്നേഹം ഉണ്ടാവും. എങ്ങനെ പറഞ്ഞു? അള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനോട് സ്നേഹം ഉണ്ടാവും? ഖുർആനിനോട്, അല്ലേ? ഖുർആനിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടോന്ന് ഇപ്പൊ എങ്ങനെ അറിയാം? അതിന്റെ അടയാളം എന്താ? റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മുസഹഫ് ഒന്നുമല്ല. അങ്ങനെയാണോ ഖുർആൻ ഇറങ്ങിയത്? അല്ല. ആരുടെ കൽബിലേക്ക് ഇറക്കിയതല്ല? റസൂലുള്ളാഹിന്റെ, അല്ലേ? ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം തന്നെയായിരുന്നു ഖുർആൻ. ഖുർആൻ എന്താന്ന്, റസൂലുള്ളാഹ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയുടെ മറുപടി എന്താ? ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ തന്നെയായിരുന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവമെന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. ആ റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവിടുത്തെ സുന്നത്തുകളോട്, അതായത് വെറുതെ താടി വെച്ചതുകൊണ്ടൊന്നും സുന്നത്ത് കിട്ടൂല. എങ്ങനെ താടി വെക്കണം? സ്നേഹിച്ചുകൊണ്ട് താടി വെക്കണം. എങ്ങനെ താടി വെക്കണം? സ്നേഹിച്ചുകൊണ്ട്. വെറുതെ തൊപ്പി വെച്ചതുകൊണ്ട് കൂലി കിട്ടൂല. ഇതെന്റെ റസൂലുള്ളാഹിന്റെ ചര്യ. ആ ഒരു റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തോടു കൂടെ തൊപ്പി വെക്കണം, ആ മഹബ്ബത്തോടെ തലമറയ്ക്കണം, അല്ലേ? നമ്മൾ മുമ്പൊരു ഉദാഹരണം പറഞ്ഞിട്ടില്ലേ? അതായത് ഈ സ്നേഹമില്ലാതെ അനുധാവനം ഉണ്ടാവോ? സ്നേഹമില്ലാണ്ട് പിൻപറ്റൽ ഉണ്ടാവോ? ഇല്ല. പണ്ട് ഇപ്പൊ ഈ മെസ്സിയുടെയും നെയ്മറിന്റെയൊക്കെ ഹെയർ കട്ട് പോലെ ചില കുട്ടികൾ ഇങ്ങനെ മുടി വെട്ടിക്കൊണ്ട് നടക്കാറുണ്ട്. ആ മുടിവെട്ടൽ മാത്രമാണോ അവനതിലേക്ക് പ്രേരിപ്പിച്ചത്? ആരോടുള്ള സ്നേഹമാണ്? ആ മനുഷ്യന്മാരോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹിന്റെ റസൂലിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനോടുണ്ടാവും? സുന്നത്തിനോടുണ്ടാവും. സുന്നത്തുകളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ആഖിറത്തിനോട് സ്നേഹം ഉണ്ടാവും. ദുനിയാവിനോടല്ല. എന്തിനോട് സ്നേഹം ഉണ്ടാവും? ആഖിറം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേടി സ്വപ്നമല്ലേ, അല്ലേ? നാളെ ആഖിറത്തിലെ അവസ്ഥ, വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നൊരവസ്ഥ, അല്ലേ? അതിൻ്റെയൊക്കെ വിശദീകരണം ആരിഫ്യങ്ങൾ പറഞ്ഞു തരണം. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു നിന്നു. അപ്പം അതിലേക്ക് കടക്കണില്ല. നമ്മളിങ്ങനെ പേടിച്ചു നിൽക്കണം. എന്നാൽ സുന്നത്തിനെ സ്നേഹിക്കുന്നവൻ ആഖിറത്തെ കൊതിക്കും. ആഖിറത്തെ സ്നേഹിക്കുന്നവൻ ദുനിയാവിനെ വെറുക്കും. ആഖിറത്തെ സ്നേഹിക്കുന്നവൻ എന്തിനെ വെറുക്കും? ദുനിയാവിനെ വെറുക്കും. അപ്പൊ പിന്നെ ദുനിയാവ് വേണ്ടേ? വേണം. ദുനിയാവിൽ സമ്പാദിക്കുന്നതെല്ലാം എങ്ങോട്ട് പോകാനുള്ളതാകണം? ആഖിറത്തിലേക്ക് പോകാൻ. ഞാൻ കല്യാണം കഴിച്ചത് ആഖിറത്തിലെ സന്തോഷത്തിൽ, ഞാൻ കച്ചവടം ചെയ്യണത് ആഖിറത്തിലെ സന്തോഷത്തിൽ, എനിക്ക് കുട്ടികളെ തന്നത് ആഖിറത്തിലെ സന്തോഷത്തിൽ. ഈ ദുനിയാവിലെ സന്തോഷങ്ങൾ മുഴുവൻ കണക്ട് ചെയ്യേണ്ടത് ആഖിറത്തിലെ സന്തോഷം എന്താ? ആരെ കാണല? അള്ളാനെ കാണല. മനസ്സിലാവുണ്ടോ? അപ്പൊ അള്ളാനെ സ്നേഹിക്കേണ്ടത് ആരെ കാണാനാകണം? അള്ളാനെ കാണാനാകണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് ആരെ കാണാനാകണം? അള്ളാനെ കാണാനാകണം. അള്ളാനെ കാണാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് മുഴുവനും ഉണ്ടാകേണ്ടതെന്ന്. ഇരിക്കട്ടെ, ഞാൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരടയാളം ഉണ്ടാകും. ഇമാം ഗസാലി പറയാണ്, അയ്യകൂന ഉൻസുഹു ബിൽ ഖൽവതി വമുനാജാതിഹി ലില്ലാഹി അസ്സ വജല്ല. അള്ളാഹിനോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പടച്ചോനായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. ഇങ്ങനെ ആരായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും? പടച്ചോനായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ പടച്ചോന്റെ കൂടെ ഒറ്റയ്ക്ക്? അള്ളാഹുമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കൽബിൽ അള്ളാഹിനോട് സ്നേഹമുണ്ടോ? അള്ളാഹിനെ നിങ്ങൾ മഹബ്ബത്ത് വെക്കുന്നുണ്ടോ? നിങ്ങൾ പടച്ചോന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ കൊതിക്കും. അതിന് പറ്റിയൊരു സമയം ഫയുവാലിബു അല തഹജ്ജുദ്, തഹജ്ജുദിന്റെ സമയത്ത് അള്ളാഹുവായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ തനിച്ചിരുന്നിട്ട് അള്ളാഹിനോട് വർത്താനം പറയാം, അള്ളാഹിനോട് വർത്താനം പറയാം. നമ്മൾ ഈ ദുനിയാവിന്റെ കഥയും പടച്ചോൻ എൻ്റെ മക്കളെ ജയിപ്പിക്കണേ, എൻ്റെ മക്കൾക്ക് പരീക്ഷയാണ്, അല്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടത്തിലാണ്,
ഇത് പറയാനല്ലാണ്ട് അള്ളാഹിനോട് നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടുണ്ടോ? വർത്താനം പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹിനോട് വർത്താനം പറയണം. തഹജ്ജുദ് അതിനല്ലേ. തഹജ്ജുദ് ആരോട് വർത്താനം പറയാനാണ്? അള്ളാഹിനോട് സംസാരിക്കാനാണ്. ആ തഹജ്ജുദിന്റെ നിങ്ങൾ വായ കൊണ്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടോ? വായ കൊണ്ട് നമ്മൾ ദ്വാരക്കാണ്, ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്തു വജ്ഹിയലില്ലദി എന്നൊക്കെ അള്ളാഹിനോട് നേരിട്ട് ഇങ്ങനെ പറയാം. ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്ക നേരിട്ട് നമ്മൾ വാ കൊണ്ട് പറയുന്നുണ്ട്. കൽബ് കൊണ്ട് വർത്താനം പറഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? തഹജ്ജുദിന്റെ സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് കൽബ് കൊണ്ടൊന്ന് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ, മലയാളത്തിലെങ്കിലും മലയാളത്തിൽ വാ കൊണ്ട് പറയരുത്. നിസ്കാരം പാത്തിലേക്ക് മനസ്സിൽ ഏത് ഭാഷയിലും അള്ളാഹിനോടൊന്ന് വർത്താനം പറഞ്ഞു നോക്കി. അത് സ്നേഹത്തിന്റെ അടയാളമാണെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ തിരുദൂതരോട് പറയാൻ, നബിയെ അങ്ങ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരണേ നബിയെ, തഹജ്ജുദ് നിസ്കരിക്കണേ നബിയെ, അങ്ങയുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിത്തരും നബിയെ. ആഖിറത്തിലെ സ്ഥാനം ഉയരുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരും തഹജ്ജുദ് പതിവാക്കിയാൽ. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും, പക്ഷെ ആ തഹജ്ജുദ് കൊണ്ട് കാര്യമില്ല. ആ തഹജ്ജുദ് കൊണ്ട് കാര്യമില്ല. ഇത് യഥാർത്ഥ മുനാജാത്ത്, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ഇല്ലേ? മഹബൂബും ഹബീബും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം നിറഞ്ഞു നിൽക്കുന്ന തഹജ്ജുദായി മാറിയാൽ അള്ളാഹിനെ കാണാൻ കഴിയുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഏറ്റവും മഹത്വമുള്ള നിസ്കാരം ഏതാണ് നബിയെ? അസ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരമാണ്. 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം രാത്രിയിലെ നിസ്കാരം അല്ലേ? രാത്രിക്കൊരു നിഗൂഢ സ്വഭാവമുണ്ട്, ഒരു ശാന്തതയുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ സമയമാണേത്. ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഞാനും എൻ്റെ നാഥനും മാത്രം, ഞാനും എൻ്റെ റബ്ബും മാത്രം. അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രത്യേകത ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി വേണ്ടാന്നേ, രാത്രിയിൽ ഒരു സമയമുണ്ട് അത്രേ. രാത്രിയിൽ ഒരു സമയം. ആ സമയത്ത് നിങ്ങൾ അള്ളാഹിനോട് എന്തു ചോദിച്ചാലും, ദുനിയാവിലെ കഥ ചോദിച്ചാലും ഉടനെ അള്ളാഹു ഉത്തരം ചെയ്യും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, മാ മിൻ ലൈല യസ്അലുല്ലാഹ തആല റജുലുൻ മുസ്ലിമുൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. രാത്രി സമയം, പാതിരാത്രി സമയം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹിനോട് പ്രണയത്തോടെ ഇരിക്കാൻ. അവന്റെ മനസ്സിൽ ആരേ ഉള്ളൂ? ദുനിയാവൊന്നുമില്ല. അവന്റെ മനസ്സിൽ ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. അവൻ അള്ളാഹിനോട് മുനാജാത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു നിമിഷം അവൻ ദുനിയാവിലെ കഥ പറയാണ് പടച്ചോനോട്. പടച്ചോനെ മക്കളെ കെട്ടിക്കണമല്ല, കച്ചവടം നഷ്ടത്തിലാണല്ല, വാട്ടവൾ എന്തും പറഞ്ഞോട്ടെ. ആ നിമിഷം അള്ളാഹു അത് നടപ്പാക്കി തരും. കാരണം അവന്റെ കൽബിൽ പ്രണയമുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ പാതിരാത്രി സമയത്തെ ഏത് സംഗതിക്കും വലിയ പ്രത്യേകതയുണ്ട്. തഹജ്ജുദ്, അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങളൊരു പ്രഭാതത്തോട് അടുത്ത സമയത്ത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രാസ്പിംഗ് പവർ കിട്ടും അല്ലേ? വേണ്ട, പ്രേമിക്കാൻ നല്ല സമയത്താണ്. പറയണില്ല, പ്രണയിക്കാൻ നല്ല സമയത്താണ് മക്കളെ. നാണം വരും. ഏതാണ്? രാത്രിയല്ലേ. ഒരു ഗൾഫുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിൽ 10-15 കൊല്ലം കഷ്ടപ്പെട്ട് ഇങ്ങനെ നാട്ടിലൊക്കെ വന്നതാണ്. രാത്രി 2 മണിയായപ്പോൾ പടച്ചോൻ വേണ്ടി വെച്ച് എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി. അത് നന്നായി. കാരണം മൂത്രമൊക്കെ ഒഴിച്ചു വരുമ്പോഴത്തേക്കും ആരാണ്ട് വർത്താനം പറയണ പോലെ. ഞാൻ കരുതി പടച്ചോൻ എൻ്റെ കെട്ടിയോളം വല്ലതായിരിക്കുമോ. പേടിച്ചു നോക്കിയപ്പോൾ അവള് പോത്തുപോലെ കിടന്നുറങ്ങിയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ പോയി ഇങ്ങനെ പിന്നെ നോക്കിപ്പോയപ്പോൾ എൻ്റെ പിള്ളേണേ +2 പഠിക്കണ മോള് രാത്രി 2 മണിക്ക് കിന്നാരം പറയാൻ. ഞാൻ പിടിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ പ്രണയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേരം ഏതാണ്? നിങ്ങൾ പറയണില്ല. ഏതാണ്? പാതിരാത്രി സമയം. ഇന്നലെ ഹറാമായ പ്രണയമൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹിനോട് പ്രണയിച്ചു നോക്കി, അള്ളാഹിനെ സ്നേഹിച്ചു നോക്കി അല്ലേ? വീണ്ടും ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ കൈ നിങ്ങളൊന്നിങ്ങനെ പിടിച്ച് അല്ലേ, ഒന്ന് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച്, നെഞ്ചിലേക്ക്, എന്നിട്ട് കണ്ണം നിറച്ച് ആ ഹൃദയം ഇടിക്കുന്നതും തിരിച്ചറിഞ്ഞ്. ഹൃദയം ഇടിക്കുന്നില്ലേ അല്ലേ? ഇത്ര നേരം നിങ്ങളത് ചിന്തിച്ചായിരുന്നോ? അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഇല്ല. ആരെ ഹൃദയം എങ്ങനെ ഇടിപ്പിക്കണേ? നിങ്ങൾക്കതിൽ വല്ല റോളുണ്ടോ? അതായത് നമ്മളറിയാതെ നമ്മളെ ഹൃദയം പോലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണ റബ്ബ് എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ പറഞ്ഞില്ല, 1 മിനിറ്റിൽ എത്രയോ തവണ നമ്മുടെ കണ്ണിങ്ങനെ അടയും തുറയും ചിമ്മി തുറയുന്നുണ്ട്.
ഞാനറിയാതെ എന്നെ ഇങ്ങനെ പരിപാലിക്കണം എൻ്റെ റബ്ബ്. ആ റബ്ബിനെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുകയാണ്. തഹജ്ജുദ് പാതിരാത്രി സമയത്ത് പടച്ചോൻ ചോദിക്കണം, അടിമകളെ എവിടെ, എന്നോട് ചോദിക്ക്, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. നമ്മൾ തിരിഞ്ഞു നോക്കണില്ല, നമ്മൾ കിടന്നുറങ്ങാം. എന്നിട്ട് പറയാം എനിക്ക് പടച്ചോനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തിഷ്ടം അത്? യഥാർത്ഥ ഇഷ്ടമാണെങ്കിൽ ഇല്ലേ അവളുടെ വിളിക്ക് വേണ്ടി അവൻ കാത്തിരിക്കൂലേ? അതാണ് ഖുർആൻ പറയുന്നത്, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്താണ്. കിടക്കപ്പായിൽ കിടന്നിട്ടും ഉറക്കം വന്നില്ല. നാളത്തെ കടത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, പിന്നെ തഹജ്ജുദ് എപ്പോഴാ? കാരണം എനിക്ക് ആരോട് സംസാരിക്കണം? എൻ്റെ റബ്ബിനോട് സംസാരിക്കണം. എന്നെ ചതിക്കാത്തവൻ ആരാണത്? റബ്ബാണ്. എന്നെ ചതിക്കാത്ത സ്നേഹം തരുന്നവൻ ആരാത്? ബാക്കി ഒരു സ്നേഹത്തിനും ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റുമോ? ഉമ്മാടെ സ്നേഹത്തിനുള്ളിൽ ഒന്ന് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ എരമത്തുള്ള എത്ര ആളുകൾ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്നെ മാത്രം വേറെ ഇതായിട്ട് കണ്ടു എന്നൊക്കെ പറയുന്ന ആളുകൾ. തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചതിക്കാത്തവൻ, ഉറപ്പായും സ്നേഹം തരുന്നവൻ, എന്നെ പറ്റിക്കൂല എന്ന് ഉറപ്പുള്ളവൻ ആര് മാത്രം? അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ സ്നേഹിക്കാനാ? അല്ലേ? അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മൂപ്പരിടക്ക് ലബനാനിലെ മലനിരകളിലേക്കൊക്കെ ഇങ്ങനെ കയറിപ്പോവും. ഇടക്കിടക്ക് ഇങ്ങനെ പോവും. കുറെ കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല സയ്യിദി, അങ്ങ് എന്തിനാണ് ഈ മലനിരകൾക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നത്? അത് ഞാൻ എൻ്റെ റബ്ബുമായിട്ടൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ പോയതാണ്. ഞാൻ എൻ്റെ റബ്ബിനോടൊപ്പം ഒറ്റയ്ക്കിരിക്കാൻ പോയതാണ്. നിങ്ങൾ ഈ ബീച്ചിലൊക്കെ പോകാറുണ്ടോ? എന്തിനാ പോണത്? ഉത്തരവില്ലേ? നിങ്ങൾ പറയണില്ല കേട്ടോ. എന്തിനാ ബീച്ചിൽ പോണതിനാ? കടല് കാണാൻ. കടല് കണ്ടിട്ട് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ആ കടലിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇത്ര വലിയ കടലിനെ സംവിധാനിച്ച ഒരുത്തനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഭാര്യ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഗിഫ്റ്റിനെ കുറിച്ചാണോ ചിന്തിക്കുക, അവളെ കുറിച്ചാണോ ചിന്തിക്കുക? യഥാർത്ഥ സ്നേഹമുള്ളവൻ ആരെക്കുറിച്ച് ചിന്തിക്കും? നിങ്ങൾ പറഞ്ഞ ആരെക്കുറിച്ച് ചിന്തിക്കും? ഭാര്യയെക്കുറിച്ച്. പാവം, ഇത്ര നാള് എൻ്റെ ഇന്ന് പൈസയൊക്കെ കൂട്ടി വെച്ചത് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാനായിരുന്നല്ലേ. എൻ്റെ ഇഷ്ടമൊക്കെ അവള് മനസ്സിലാക്കിയല്ലോ അല്ലേ. അവൾ എൻ്റെതാണ്, എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ സാധനം അല്ലേ. ഈ കടലൊക്കെ ആർക്ക് വേണ്ടി പഠിച്ചതാ? എനിക്ക് വേണ്ടി പഠിച്ചതാണ് എൻ്റെ റബ്ബ്. എനിക്കിത് കണ്ടിങ്ങനെ എൻ്റെ കണ്ണിന് കുളിർമ കിട്ടാൻ എൻ്റെ റബ്ബ് സംവിധാനിച്ചത്, എൻ്റെ മനസ്സിലെ ടെൻഷൻ നീക്കാൻ എൻ്റെ റബ്ബ് സംവിധാനിച്ചത്. ഇതൊക്കെ പടച്ച് പരിപാലിക്കുന്ന ഒരു നാഥൻ എനിക്കുണ്ട് എന്ന് തിരിച്ചറിയാണ് ബീച്ചിൽ പോയി നിന്നിട്ട്. നമ്മളോ? അതായത് അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ കൽബുടക്കി നിൽക്കൂല വിശ്വാസിയുടെ. സ്രഷ്ടാവിലേക്ക് നീങ്ങും. ഒരു പടപ്പിലേക്കും അവന്റെ കൽബ് കോൺസെൻട്രേറ്റ് ചെയ്യൂല. എങ്ങോട്ട് പോവും? മൂന്നാറിൽ പോയാലും ആരെ കാണണം? നിങ്ങൾ പറയണില്ല. ആരെ കാണണം? അള്ളാനെ കാണണം. ഊട്ടിക്ക് പോയാൽ ആരെ കാണണം? അള്ളാനെ കാണണം. ലഡാക്കിൽ പോയാൽ ആരെ കാണണം? അള്ളാനെ കാണണം. ലഡാക്കിലൊക്കെ ഒന്നുകൂടെ എന്തും മഞ്ഞാണല്ലേ, അടിച്ചു പൊളിക്കണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ആ അടിച്ചു പൊളിക്കിടയിൽ, ആ മഞ്ഞിൽ കിടന്ന് കുളിക്കുന്നതിനിടയിൽ ഈ മഞ്ഞിനെ പടച്ച അള്ളാനെ മറക്കാൻ പറ്റുമോ? പാടില്ല. കൽബ് അവിടെ സ്റ്റക്കായി നിൽക്കരുത്. എങ്ങോട്ട് പോകണം? അള്ളാഹുവിലേക്ക് പോകണം. സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ ഇങ്ങനൊരു സംഗതി പറഞ്ഞു തരട്ടെ. നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരിഫാണെങ്കിൽ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, ഉറക്കം വരുന്നുണ്ടോ? എന്ന് പറഞ്ഞ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരിഫാണെങ്കിൽ നിങ്ങളുടെ കൽബിൽ നിന്ന് അള്ള പോയാൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടാവൂല. നല്ല അടി തരും പടച്ചോൻ. അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ കെട്ടിയോടെ പോവാണ്. അപ്പോഴാണ് നടന്നൊരു പെൺകുട്ടി ഇങ്ങനെ വന്നത്. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ നിങ്ങളിങ്ങനെ നോക്കി പോവാണ്. ഇത് ആര് കണ്ടു? കെട്ടിയോള് കണ്ടു. എന്താ സംഭവിക്കണത്? വീട്ടിലേക്ക് വാട്ടെ, ഞാൻ കാണിച്ചു തരാം. അവൾക്ക് ഇഷ്ടായോ? അത് സ്നേഹമുള്ള ഭാര്യക്ക് ഇഷ്ടാവോ? സ്നേഹമില്ലാത്തവളാണെങ്കിൽ നല്ലോണം നോക്കിക്കോ, ഞാനിപ്പുറത്തും കൂടെ നോക്കാം. ഞാനിപ്പോ ഇന്നലെ ഒരു റീല് കണ്ടു ഇൻസ്റ്റഗ്രാമിലെ. അതിലൊരു പെണ്ണ് പറയാൻ, ഇവൻ ഫുൾ ടൈം വായി നോട്ടോൺ ഇത് കെട്ടിയവനെ കുറിച്ച് പറയാൻ.
അപ്പൊ അവൻ പറയും, എന്നെക്കാളും കൂടുതൽ വായി നോക്കണത് ഇവളാണ്. നല്ല കിടിലൻ ഫാമിലി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണോ യഥാർത്ഥ സ്നേഹം? യഥാർത്ഥ അങ്ങനെ ഇഷ്ടപ്പെടുവോ നിങ്ങൾ? നമ്മുടെ ഭാര്യ ഒരു അന്യ പുരുഷനെ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ ഇഷ്ടപ്പെടുവോ? എന്തേ? നമ്മുടെ കൽബില് യഥാർത്ഥ സ്നേഹമുണ്ട്. അല്ല ഇല്ലാത്തൊരു സംഗതി കൽബിലേക്ക് വന്നാൽ ആർക്കിഷ്ടാവൂല? നിങ്ങൾ പറയണില്ല ആർക്കിഷ്ടാവൂല? അള്ളാഹ്ക്കിഷ്ടാവൂല. അപ്പൊ നമ്മളിവിടെ ഉമ്മയെ സ്നേഹിക്കുന്നത്, ഭാര്യയെ സ്നേഹിക്കുന്നത്, കച്ചവടത്തിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ആരുമായിട്ട് കണക്ട് ചെയ്യണം? അള്ളാഹുവായിട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി. മക്കളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇതിൽ നിന്ന് അല്ല പോയാല് പിന്നെ അള്ളാഹ്ക്ക് അത് കണ്ടൂടാ. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്തിനേറെ ദാവൂദ് നബിക്ക് അല്ലാഹ് വഹി ഇറക്കുകയാണ്. എന്താ വഹി? ലാ തസ്തഅനിസ് ഇലാ അഹദിൻ മിൻ ഖൽഖി. ദാവൂദേ, എന്റെ ഒരു പടപ്പിനെ നോക്കിയിട്ട് നിങ്ങൾ മയങ്ങണ്ട കേട്ടോ. എന്റെ ഒരു പടപ്പിനെ കണ്ട് മയങ്ങണ്ട. കൽബിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ടല്ലേ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പറയാണ്, ഖുർറത്തു ഐനി ഫിസ്സലാഹ്. നിസ്കരിക്കാൻ നിന്നാ പിന്നെ എന്റെ കണ്ണിന് ഭയങ്കര കുളിർമയാണ്. നിസ്കരിക്കാൻ നിന്നാല് എന്റെ കണ്ണിന് ഭയങ്കര കുളിർമയാണ്. ആരോടാ വർത്താനം പറയണേ? അല്ലാഹുവോട്. സയ്യിദുനാ റസൂലുള്ളാഹി ബിലാലിനോട് പറയണം, ബാങ്ക് വിളിക്കാൻ പറയണം. എങ്ങനെയാ? അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ സമാധാനം കൊണ്ടുവാ. ബിലാലെ, ബിലാലെ സമാധാനം കൊണ്ടുവാ. ബിലാലെ ബാങ്ക് വിളിക്കാൻ പറയാം. നമ്മൾ തിരക്കിന്റെ ഇടയിൽ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ, പാകപ്പാട് ഇടങ്ങേറായില്ല, ഇനിയിപ്പോ നിസ്കാരം കഴിഞ്ഞാൽ ഈ പടച്ചോൻ പിടിച്ച് നരകത്തിൽ അല്ലേ? നമ്മൾ നരകത്തിൽ പോകാണ്ടിരിക്കാൻ നിസ്കരിക്കണവരാ, അള്ളാഹിനെ സ്നേഹിച്ച് നിസ്കരിക്കല്ല. റസൂലുള്ളാഹി അങ്ങനെയല്ല. ഖുർറത്തു ഐനി ഫിസ്സലാഹ്. എന്റെ കൺകുളിർമയാണ് നിസ്കാരത്തിലുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, രണ്ട് വിഭാഗം ജനങ്ങളോട് ഞാൻ പിണക്കാണ്. അങ്ങനെ രണ്ട് വിഭാഗം ജനങ്ങളോട് എനിക്ക് പിണക്കമാണ്. ഒരു വിഭാഗം ആരാന്നറിയോ? റജുലൻ, ഒരു മനുഷ്യനാണ്. അവൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്ന്, ഞാൻ കൊടുക്കുന്നത് വൈകിയപ്പോ അവൻ എന്നിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനാണ്. അങ്ങനെ അവൻ എന്നോട് കുറെ ചോദിച്ചു, അപ്പൊ ഞാൻ കുറച്ച് വൈകിച്ചു വെച്ചു, സംഗതി വൈകിച്ചു. അവനെന്ത് മനസ്സിലാക്കി? അടച്ചോ, ഞാൻ എന്തോരം ചോദിച്ചിട്ടും തന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവനിൽ നിന്ന് ഞാൻ തിരിഞ്ഞു കളയും. അള്ളാഹ് പറയാൻ, സയ്യിദുനാ റസൂലുള്ളാഹി അള്ള കൊടുക്കാൻ വൈകിയാൽ അതിന്റെ പേരിൽ മുഖം തിരിക്കുന്നവൻ അവൻ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവരിൽ നിന്ന് ഞാൻ തിരിയും. സ്വർഗമൊക്കെ പിന്നെയല്ലേ, ഇപ്പൊ ഇച്ചിരി കള്ളൊക്കെ കുടിക്കാന്നേ, പിന്നെ നമുക്ക് തൗബ ചെയ്യാം. ഇവൻ നന്നാവോ? അവനിൽ നിന്ന് മുഖം തിരിച്ചു കളയും. സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ വേറൊരാള്, രണ്ടാമത്തെ വിഭാഗത, വറജുലുൻ നസിയനി. ഒരു മനുഷ്യൻ, അവൻ എന്നെ മറന്നു. അവന്റെ കൽബിൽ ആരില്ല? ഞാനില്ല. ഫറളിയ ബിഹാലിഹി. അവൻ അവന്റെ ജോലിയും ആ തിരക്കുകളുമായിട്ട് മാത്രം കഴിയാണ്. അവന് ഫുൾ ടൈം കച്ചവടത്തിലാണ്. അവന്റെ ഭാര്യയുടെ മക്കളൊപ്പം അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. പക്ഷെ ഇവിടെ ഒന്നും കൽബിൽ ആരില്ല? ഞാനില്ല. അവനിൽ നിന്ന് ഞാൻ തിരിഞ്ഞു കളയുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ അള്ളാഹ് തിരിഞ്ഞു കളഞ്ഞാലാണ് ലൈഫിൽ ടെൻഷൻ ഇങ്ങനെ കൂടുക. മനസ്സിൽ ടെൻഷൻ, ആത്മഹത്യയിലേക്ക് പോകുന്നത് പോലും അവരാണ്. കാരണം കൽബിൽ ആരില്ല. എന്നാൽ നമ്മുടെ കൽബിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണേ? അത്ഭുതം സംഭവിക്കും. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിച്ചു നോക്കിയേ, അത്ഭുതം സംഭവിക്കും. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ഫയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾക്ക് അല്ലാഹ് വഴി കാണിച്ചു തരും. നിങ്ങളൊരു കുടുക്കിൽ പെട്ട് നിൽക്കണം, നിങ്ങളൊരു വലിയ കടക്കണിയിൽ പെട്ടു. നിങ്ങളുടെ കൽബിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ വഴി കാണിച്ചു തരും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. അയാൾ എനിക്ക് പൈസ തരുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ഞാൻ. പക്ഷെ ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു തരും. കാരണം കൽബ് മറിക്കുന്നത് ആരാ? നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, കൽബിൽ ഞാനുണ്ടായാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത്രയൊക്കെ പറയണ റബ്ബിനെ നമ്മൾ തിരിച്ചറിയാതെ പോയാല് അല്ലേ? ഫുൾ ടൈം നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നമുക്ക് സന്തോഷമായിരിക്കൂലേ? അല്ലേ? 24 മണിക്കൂറും പരാതിയാണ് പറയണെങ്കിലോ പോകാൻ തന്നെ തോന്നും അടുത്തോട്ട്. എപ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്തിനേറെ ഭാര്യയോടൊപ്പം സല്ലപിക്കുമ്പോഴും കൽബിലാര്? അല്ലാഹ്. അവനല്ല ഏത് ഘട്ടത്തിലും യജ്അൽ ലഹു മഖ്റജ.
ഏത് കുടുക്കിൽപ്പെട്ടാലും അവിടെ നിന്ന് അവനെ അങ്ങ് പൊക്കിയെടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ടോ വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹ് മതി. അവൻ ആര് മതി? അവന് വേറൊന്നും വേണ്ടാന്നേ, അവൻ അല്ലാഹ് മതി. അവന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തു. ഇന്നല്ലാഹ ബാലിഗു അംരി, അവന്റെ ഓരോ കാര്യത്തിന്റെയും പിന്നാലെ നടക്കും അല്ലാഹ്. ആര്? നിനക്ക് മക്കളെ കെട്ടിക്കണോ? ആര് കെട്ടിച്ചരും? നിങ്ങളുടെ കടം വീട്ടണോ? ആര് വീട്ടിത്തരും? നിനക്ക് സമാധാനം വേണോ? ആരുണ്ടാക്കി തരും? നിങ്ങൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? അല്ലാഹനെ സ്നേഹിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന റബ്ബില്ലേ, തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. അതായത് ഒറ്റ കാര്യം, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് ഇത് ഭാര്യയിൽ ആരെ കാണണം നമ്മൾ? അങ്ങനെ ഭാര്യയിൽ അള്ളാനെ കാണുക. മോനോട്ട് വന്നേടാ, ബാ ബാ ബാടാ, ഉറക്കം വരുന്നുണ്ടാ? മാഷാഅല്ലാഹ്, മോന്റെ പേരെന്താ? മിഹ്റാൻ. മാഷാഅല്ലാഹ്, അടിപൊളി പേരാണല്ലോ. നമ്മുടെ മിഹ്റാൻ മോൻ, ഈ മോനെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നേണ്ടത്? ഇവൻ ആരുടെ സൃഷ്ടിയാണ്? ഇവൻ ഖൽഖുള്ളയാണ്. ആരാണ്? നിങ്ങൾ പറഞ്ഞേ, ആരാണ്? ഇവൻ അള്ളാന്റെ സൃഷ്ടിയാണ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹമുള്ളൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവ് എന്ത് സമ്മാനം കൊടുത്താലും ആ സമ്മാനത്തിലൂടെ അവൾ ആരെയാ കാണുക? അത് താഴെ എറിഞ്ഞ് പൊട്ടിക്കുമോ അവള്? എൻ്റെ ഇക്കാക്ക തന്ന സമ്മാനം ഞാൻ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കും. ഇവനെ കാണുമ്പോൾ എനിക്ക് തോന്നേണ്ട ഫീൽ എന്താ? ഇതെന്റെ റബ്ബിന്റെ ആരുടെ ഹൽക്കാണ്? എൻ്റെ റബ്ബിന്റെ, ഏതോ റബ്ബിന്റെ അല്ല, എൻ്റെ നാഥന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇവനെ ഞാൻ സ്നേഹിക്കണം. ഏത് ബോധ്യത്തിൽ സ്നേഹിക്കണം? എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ സ്നേഹിക്കണം. മനസ്സിലാവണ്ട? ഇരുന്നോട്ടെ. നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത എന്താകണം? ഈ ഭാര്യയുടെ ഉടമാരാണ്. നമ്മളെന്ന് പറഞ്ഞു, ഭാര്യയുടെ ഉടമാരാ? നിങ്ങൾ പറയണില്ല. സംഗതി കൽബിന്ന് പോയിട്ടില്ല. അതാണ് ഭാര്യയുടെ ഉടമാരാണ്, ഭർത്താവല്ല. ആരാണ്? അള്ളയാണ്. നമ്മൾ ഉടമയല്ല. അവളെ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ ഹൽക്കാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവൾ അടിക്കാനായിട്ട് കൈപൊങ്ങോ? ഇങ്ങനെ പൊങ്ങ? തെറി പറയാനായിട്ട് നാക്കിങ്ങനെ എടുക്കാൻ പറ്റുമോ? അള്ളാന്റെ സൃഷ്ടിയാണ്, അള്ളാന്റെ സൃഷ്ടിയാണ്. എനിക്ക് ഫീല് വരേണ്ടത് എൻ്റെ റബ്ബിന്റെ സൃഷ്ടി. നമ്മുടെ കുഞ്ഞു മക്കളുണ്ടല്ലോ, ഈ കുഞ്ഞു മക്കളെയൊക്കെ വളരെ വൃത്തികെട്ട ചീത്ത പറയുന്ന വാപ്പമാരുണ്ട്, വളരെ തെറി പറയുന്ന വാപ്പമാർ. മാഅല്ലാഹ്, അള്ളാഹിനോട് ഓരോന്നിനും കണക്ക് പറയണം. കാരണം ഈ കുഞ്ഞുങ്ങൾ ആരുടെ സൂക്ഷിപ്പ് മുതലാണ്? അള്ളാന്റെ ഹൽക്കാണ്. ഒരു വാക്ക് മോശം പറഞ്ഞാല് അള്ളാഹ് ചോദിക്കും. ആ മക്കൾ വഴിതെറ്റിപ്പോയാൽ അള്ളാഹ് ചോദിക്കും. കാരണം നിന്റെ കയ്യിലേക്ക് അമാനത്തായിട്ട് സൂക്ഷിക്കാൻ തന്നേക്കാണ് ആ മക്കളെ, അല്ലേ? ഹൽക്കുള്ളയാണ്. അപ്പൊ അടിക്കാൻ പറ്റൂല്ലോ ഉസ്താദെ? ആർക്ക് വേണ്ടിയാകണം അടിയും? നിങ്ങളുടെ ദേഷ്യം തീർക്കാനുള്ള വസ്തു ആകരുത് മക്കള്. അടിക്കുകയാണെങ്കിൽ പോലും ആർക്ക് വേണ്ടിയാകണം ആ അടി? അവിടെയാണ് വിഷയം. എല്ലാം നമ്മുടെ ലൈഫ് ലോങ് ഓരോ വിഷയത്തിലും അതിലൂടെ ആരെ കാണാൻ പറ്റണം? നമുക്ക് അള്ളാനെ കാണാൻ പറ്റണം. ബുർഹുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു അടിമയെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇല്ലേ? ബുർഹുൽ അസ്വദിന്റെ കഥ. മൂസാ നബിയുടെ കാലത്ത് മഴ ചോദിച്ചിട്ട് മൂസാ നബിക്ക് കിട്ടാതെ ബുർഹു വന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ സംഗതി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരോടെയാണ് ചോദിക്കണത്? ഓർക്കുന്നില്ലേ? അൽഹംദുലില്ലാഹ്, കുറച്ചുപേരെങ്കിലും ഓർക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹ് മൂസാ നബിയോട് പറയുന്നുണ്ട്, അല്ല മൂസ, ഇന്ന ബുർഹൻ നിഅമൽ അബ്ദു, ബുർഹ് നല്ല അടിമയൊക്കെ തന്നെയാണ്, പക്ഷേ വലാകിൻ ഫീഹി ഐബുൻ, ഒരു കുറവ് അവനിലുണ്ട്. അള്ളാനെ ഇഷ്ടപ്പെടുന്നവരിൽ മാത്രമേ ഇങ്ങനെ കുറവ് കാണുള്ളൂ കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കണം. ബുർഹ് നല്ല അടിമയാണ്, പക്ഷെ ബുർഹിന്റെ അകത്ത് ഒരു കുറവുണ്ട്. അപ്പൊ മൂസാ നബി ചോദിക്കുന്നുണ്ട്, വമാ ഐബുഹു യാ റബ്ബി, എന്താണ് റബ്ബെ അവന്റെ കുറവെന്ന് പറഞ്ഞു തരാവോ? യുഅ്ജിബുഹു നസീമുൽ അസ്ഹാർ ഫകാന യസ്കുനു ഇലൈ, നേരം വെളുത്ത സമയത്തെ ഈ നല്ല തണുത്ത കാറ്റടിക്കും. ആ തണുത്ത കാറ്റിൽ ലയിച്ചിരുന്നപ്പോ കാറ്റിന്റെ സുഖത്തില് ബുർഹ എന്നെ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് സങ്കടമായി. എനിക്കത് സങ്കടമായി എന്ന് അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റൂല, എനിക്കത് ഇഷ്ടക്കേടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ കാറ്റിൽ ലയിച്ച് കാറ്റിൽ മറന്നിരുന്നപ്പോ കൽബിൽ കാറ്റ് വന്നു. ഞാൻ എവിടെ നിന്ന് കൽബിന്ന് പുറത്തുപോയി. അത് അവനുള്ള ന്യൂനതയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാൻ. കലീമുല്ലാഹി മൂസ, നമ്മുടെ കൽബിൽ കാറ്റാണുള്ളത്. നമ്മുടെ കൽബിൽ കാറ്റാണ്. ഗസാലിമ പറയുന്നൊരു സംഭവം, ഞാൻ അതിന്റെ ഇബാറത്ത് വായിക്കുന്നില്ല, പത്രമായതുകൊണ്ട് ഞാൻ ചുരുക്കാൻ. ഒരു അള്ളാനെ അറിഞ്ഞൊരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വീടിന്റെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിലാണ് എപ്പോഴും ഇങ്ങനെ അള്ളാഹുവിൽ ലയിച്ച് ഇങ്ങനെ ഇബാദത്തിലിരിക്കും. അപ്പോ
ഒരു ദിവസം ഒരു നല്ല ഭംഗിയുള്ളൊരു പക്ഷിയെ കാണാൻ. ആ പക്ഷിയുടെ പാട്ട് മൂളൽ ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഈ ഒറ്റക്കിരുന്നുള്ള ബോറടിയൊന്നും വേണ്ട, ആ പക്ഷി ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിട്ട് ടെന്റ് അടിച്ചിട്ട് അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാം. അങ്ങനെ പുള്ളി അവിടെ പോയിട്ട് ടെന്റൊക്കെ അടിച്ചു മൂപ്പര്. അങ്ങനെ ആ പക്ഷിയുടെ പാട്ടൊക്കെ കേട്ടിരുന്നപ്പോൾ അല്ല വഹിയിറക്കി. ആ കാലഘട്ടത്തിലെ നബിയിലേക്ക് അല്ല വഹിയിറക്കിയിട്ടുണ്ട്. എന്താണ് വഹി? അവൻ എന്നിൽ നിന്ന് ഒരു പക്ഷിയിലേക്ക് പോയി. അവൻ ഉന്നത സ്ഥാനത്ത് നിന്നിരുന്നവനാണ്, അവനെ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് താഴത്തേക്ക് ഇറക്കി. അല്ലാഹു റബ്ബുൽ ആലമീൻ. അതായത് അള്ളാനെ മഹബത്ത് വെക്കുന്നവരുടെ കൽബിൽ അള്ള ഇഷ്ടപ്പെടുന്നത് ആര് മാത്രം ഉണ്ടാകാനാണ്? നിന്റെ കൽബിൽ ഭാര്യയുണ്ടോ? ആ ഭാര്യയിലൂടെ നീ കാണേണ്ടത് ആരെയാണ്? അള്ള ഇല്ലാത്തൊരു ഭാര്യ, അള്ള ഇല്ലാതെ മക്കൾ ഇല്ല. എന്തുണ്ടോ എനിക്ക്, അതിലൂടെ എനിക്ക് കിട്ടേണ്ടത് ആരെയാണ്? അള്ളാനെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തഹജ്ജുദ് നിസ്കരിക്കാൻ. നമ്മൾ ഒറ്റയടിക്ക് നടക്കുന്ന സംഗതിയൊന്നുമല്ല അല്ലേ? മൻ ജാഹദൂഫീൻ, എൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, ഞാൻ വഴി എളുപ്പാക്കി തരും, ഞാൻ വഴി തുറന്നു തരും. അപ്പോൾ രാത്രി സമയത്ത് ഒറ്റക്ക് പടച്ചോന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാ, ഈ ലോകത്ത് ഉണർന്നിരിക്കുന്നവൻ എൻ്റെ നാഥനായ നീയും ഞാനും മാത്രമാണ് പടച്ചോനെ. നിന്നെ എനിക്കൊന്ന് ആസ്വദിക്കണമല്ല, നിന്നെ എനിക്കൊന്ന് അറിയണമല്ല, എൻ്റെ ഈ കൽബൊന്ന് തുറന്നു തരണമല്ല, നിന്നെക്കുറിച്ചുള്ള ചിന്തകളാൽ എനിക്കൊന്ന് ആ സ്വർഗീയ അനുഭൂതി തിരിച്ചറിയണമല്ല. എന്നിട്ടൊന്ന് തഹജ്ജുദ് നിസ്കരിച്ചോക്കെ, അള്ളാഹുമായിട്ടൊന്ന് ഒറ്റക്കിരുന്നോക്കെ, ലൈഫ് മാറും. അന്നത്തെ ദിവസം പോസിറ്റിവിറ്റി അല്ലാതെ ഒരു നെഗറ്റിവിറ്റിയും അവിടെ നിങ്ങൾക്ക് കടന്നു വരില്ല. അത്രമേൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിത്തീരും. ഹബീബ് റസൂലുള്ളാഹ് വഫാത്ത് പോലും ചിരിച്ചു നേരിട്ടില്ലേ? മരിക്കുമ്പോൾ പോലും ചിരിച്ചു മരിക്കാൻ പറ്റും. കൽബിൽ ആര് മാത്രം? അല്ലാഹ് മാത്രം. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എല്ലാവർക്കും ആ സമയം ഏതാണെന്ന് മനസ്സിലായല്ലോ. തഹജ്ജുദിൻ്റെ നേരം. ഒരു ദിവസം പോലും തഹജ്ജുദ് കളയരുത്. ഉസ്താദ് ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്നാണ്. ആ നിസ്കാരത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. പ്രണയം നിറഞ്ഞ, അള്ളാഹിനോട് മഹബത്ത് നിറഞ്ഞ, പടച്ചോനായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നൊരു നിമിഷം, അങ്ങനെയുള്ളൊരു തഹജ്ജുദ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം ഏറ്റെടുക്കണം കേട്ടോ. പലരും ഉസ്താദെ അയച്ചിട്ട് പോകുന്നില്ല, ചില സെർവർ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക 2 നമ്പറിലും. ആകുന്നില്ലെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ട് നാളെ അയക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ, നമ്മൾ 2 പാവ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ പടച്ചോൻ നമ്മളെ ചേർത്ത് പിടിക്കൂലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം ലോകത്തെ ആദ്യത്തെ ഹദീസിൻ്റെ കിതാബ് ഏതാണെന്നാണ്. ഏതാണത്? മുവത്ത, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് അല്ലേ? അള്ളാഹു അവരുടെയൊക്കെ മദദ് എന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മാരകമായ രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച പ്രവാചകർ ആരാണ്? ആ നബിയുടെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. വലിയൊരു ദുആയിലേക്ക് കടക്കുന്നില്ല. ഇന്ന് തിങ്കളാഴ്ച രാവാണ് വരുന്നത്. കൃത്യം 5:30 തിരക്കൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കണം. നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. എത്ര വലിയ വേദനയാണെങ്കിലും, ഇന്നൊരു സഹോദരിയുടെ കമൻറ്റ് കണ്ടു, ഉസ്താദേ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത് എന്നാണ്. അള്ളാഹ് വല്ലാത്തൊരു സന്തോഷം തോന്നിയെന്നാണ്. അങ്ങനെയും പങ്കെടുക്കാനുള്ള തൗഫീഖ് കൊടുത്തല്ലോ. അള്ളാഹു വലിയ ഭാഗ്യം തന്നില്ല നിങ്ങൾക്ക്. ഏതായാലും എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസുലാക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.